ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് യുകെയിൽ വർക്ക് ചെയ്യുന്നൊരു സ്കിൽഡ് വർക്കർ വിസയിലുള്ള ഒരാൾക്ക് വിസ എക്സ്റ്റൻഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അത് ഭയങ്കര സിമ്പിളാണ്. പക്ഷെ ഞാൻ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഭയങ്കര പാടാണെന്നൊക്കെ വിചാരിച്ചിട്ട് ചിലരൊക്കെ ഏജൻസീനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ അത്തരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് സാധാരണ പോലെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് UK സ്കിൽഡ് വർക്കർ വിസ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യണം. ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്തത് കൊണ്ട് അതിവിടെ വന്ന് കിടപ്പുണ്ട്. നമുക്കതൊന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പം gov.uk എന്ന് പറഞ്ഞൊരു പേജും ഒരു സൈറ്റ് കാണിക്കുന്നുണ്ട്. സ്കിൽഡ് വർക്കർ വിസ എക്സ്റ്റെൻഡ് യുവർ വിസ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ എക്സ്റ്റെൻഡ് യുവർ വിസ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് സെലക്ട് ചെയ്യണം. ഞാൻ ഓൾറെഡി അത് സെലക്ട് ചെയ്തത് കൊണ്ട് അത് വന്ന് കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ താഴേക്ക് പോവുകയാണെങ്കിൽ അപ്ലൈ ടു എക്സ്റ്റെൻഡ് യുവർ സ്കിൽഡ് വർക്കർ വിസ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ താഴെ അപ്ലൈ നൗ എന്ന് പറഞ്ഞത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് വേർ ആർ യു പ്ലാനിങ് ടു ലീവ്? ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് ആണോ, അതോ ജേഴ്സി, അതോ ഐൽ ഓഫ് മാൻ? ഏത് സ്ഥലത്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ലീവ് ചെയ്യാൻ? അപ്പം മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ഇവിടെ ഇംഗ്ലണ്ടോ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും. അപ്പം നമുക്ക് അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് പിന്നെ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. പിന്നെ അവർ ചോദിക്കുന്നുണ്ട് യൂറോപ്യൻ ഓർ സ്വിസ് പാസ്പോർട്ട് എന്തെങ്കിലും നമുക്കിപ്പം കറൻ്റ്ലി ഉണ്ടോ എന്ന്. അപ്പം അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ നോ കൊടുക്കുന്നു. കണ്ടിന്യൂ. ഡു ഹാവ് എ UK ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ്? അപ്പം UK ഇവിടെ BRP ഉള്ള ആൾക്കാരാണെങ്കിൽ ഇവന് എക്സ്പയർഡ് ആണ്. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും BRP എക്സ്പയർഡ് ആണ്. 2024 നവംബർ കൊണ്ട് BRP എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഇപ്പോൾ വിസയാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് എക്സ്പയർഡ് ആണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ വിസ ഉണ്ടെങ്കിൽ നമുക്കത് യെസ് കൊടുക്കാം. കണ്ടിന്യൂ. അതിന് ശേഷം വരികയാണെങ്കിൽ എക്സ്പയർഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ആണ്, അതുകൊണ്ട് യെസ് കൊടുക്കാം. പിന്നെ എന്നായിരുന്നു എക്സ്പയർ ആയത്? 18 മന്ത്സിനേക്കാളും കുറഞ്ഞ ടൈമിലാണോ അത് മോർ ദൻ 18 മന്ത്സ് ഉണ്ടോ? നമ്മുടെ ഡെഫിനറ്റ്ലി 24 എക്സ്പയർ ആയത്. ഇപ്പം എന്തായാലും 18 മന്ത്സ് ആയിട്ടില്ല. അപ്പം ലെസ് ദാൻ 18 മന്ത്സ് കൊടുക്കാം. കണ്ടിന്യൂ ചെയ്യാം.